Hey guys, welcome back to our channel. So, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഹിയർ നിക്കി ടേൺസ് 3ന്റെ വീഡിയോ ആണെന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ നിക്കിയുടെ ബർത്ത്ഡേയുടെ കുറച്ച് ക്ലിപ്പിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടാം. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കും. കാലത്ത് തന്നെ നല്ലൊരു അടിപൊളി മഴയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ റെഡിയായി അമ്പലത്തിൽ പോകാൻ റെഡിയായിരുന്ന സമയത്താണ് കറക്റ്റ് മഴ പെയ്തത്. പിന്നെ കുറച്ച് നേരം ഞാനവിടെ റെസ്റ്റ് ചെയ്ത് മഴ പോകാനൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ മാറിയിട്ടാ ഗൈസ്. അപ്പോൾ നമ്മൾ പെരുവാരം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പിന്നെ ലേറ്റ് ആയത് കാരണം നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലത്തിൽ പോയിട്ടാ ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വാ ഗൈസ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നല്ല അടിപൊളി മഴ പെയ്ത്. അത് കാരണം നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കണതാണ്. നമ്മളിവിടെ നമ്മുടെ തറവാട്ടമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിക്കിയുടെ ഡെക്കറേഷൻ പകുതി വഴിയിൽ ഇട്ട് വെച്ചേക്കുന്നതാണ്. ബലൂണിൻ്റെ വർക്കൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. നമ്മളിത് അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് ചെല്ലണം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ നമ്മളാണ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് വരാട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചപ്പാത്തിയും നമ്മുടെ പരിപ്പ് കറിയും വേണ്ട. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നലെ രാത്രി ചിക്കൻ ആയത് കാരണം ആ ചിക്കനും ഇത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചിക്കനും ചപ്പാത്തിയൊക്കെ എടുത്ത് നല്ലൊരു പിടി പിടിച്ചിട്ടാ ഗൈസ്. അപ്പോൾ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഡെക്കറേഷൻ വർക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡെക്കറേഷനും എല്ലാം നമ്മൾ തന്നെ ചെയ്യണത്. ഇവൻ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ ഇരുന്ന് ഡെക്കറേഷനൊക്കെ എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ ബലൂൺസൊക്കെ വീർപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബലൂൺ വീർപ്പിക്കണ ആ സംഭവം നമ്മളിവിടെ നോക്കിയിട്ട് കണ്ടില്ല, വാങ്ങിക്കാനും വിട്ടുപോയായിരുന്നു. അത് കാരണം നമ്മൾ തന്നെ ആണ് വീർപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ നിക്കിബി ആണെങ്കിൽ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. അവനെ മൈൻഡും കൂടെ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്തിരുന്ന് ഞങ്ങൾ ബലൂണൊക്കെ കെട്ടി രണ്ടായിട്ടൊക്കെ കെട്ടി വെക്കാൻ പറഞ്ഞിട്ട് അഖിൽ ഞാനങ്ങനെ കെട്ടി വെക്കുമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അതിന് ശേഷം പിന്നെ അഖിൽ ഫ്രണ്ട് വശത്ത് നമ്മുടെ ഡെക്കറേഷൻ എല്ലാം നമ്മളൊരു ഫ്ലെക്സ് ആയിരുന്നു വെച്ചിരുന്നത്, നിക്കിയുടെ ഒരു ഫോട്ടോ ഉള്ളത്. പിന്നെ നമ്മൾ 3 നമ്മൾ വാങ്ങിച്ച് അങ്ങനെ ഓൺലൈനായിരുന്നു അതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതേ ആ ഒരു ചെറിയ ഒരു പോർഷൻ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ കേക്ക് വെക്കുന്ന മേശയിൽ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ തൂക്കാൻ വേണ്ടിയുള്ള ആ ഹാങ്ങിങ്സൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. അങ്ങനെ ഫൈനലായിട്ട് നിക്കിബിയുടെ പടമൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് ചെറിയ ചെറിയ പണികളൊക്കെ നിന്നപ്പോഴാണ് അമ്മയൊക്കെ കയറി വന്നത് കേട്ടോ. എത്തിയിട്ടില്ല ഗൈസ്. അപ്പോൾ ആ സമയം തന്നെ നമ്മുടെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ നമ്മുടെ കിച്ചണിൽ ഒരുക്കണ്ട കേട്ടോ. എല്ലാം കൂടെ ഒറ്റയടിക്കാണ് മാനേജ് ചെയ്യണത്. അപ്പോൾ അതേ നമ്മുടെ അരിയൊക്കെ ബിരിയാണിക്കുള്ള അരിയൊക്കെ അതിനകത്ത് അളവൊക്കെ എടുത്തത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പമാണ് നമ്മൾ ഈ ഫ്രണ്ടിലെ ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ ഡെക്കറേഷനൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വലിയതായിട്ടുള്ള ഡെക്കറേഷനൊന്നും ചെയ്തില്ല, ഇവൻറ്റ്സ് ഒന്നും കൊടുത്തില്ല, നമ്മൾ തനിയാണ് ചെയ്തത്. അപ്പോൾ നിക്കിബി ഇതേ കേക്ക് ഇനി കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡിൽ ഇത് എൻ്റെ വാതിക്ക് നിൽക്കണ്ട കേട്ടോ. ആള് എന്തൊക്കെയോ ഇരുന്ന് അവിടെ നിന്നുകൊണ്ട് പാട്ടും പാടുന്നുണ്ട്, കുറേ ഇതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആരും മൈൻഡാണ്. ഞാനാണെങ്കിൽ ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ പറഞ്ഞിരിക്കാൻ നമ്മുടെ കേക്ക് അഖിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആ ചേച്ചിട്ട്. അപ്പോൾ ആ ചേച്ചി നമ്മൾ പറഞ്ഞിട്ട് സ്പൈഡർമാൻ്റെ തീമിൽ തന്നെയാണ് ആ ചേച്ചി നമുക്ക് കേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നത്. അപ്പോൾ നമ്മൾ ആ കേക്കൊക്കെ കൊണ്ടുവന്നത് അവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിൽക്കുകയാണെങ്കിൽ കേക്ക് ആദ്യം തന്നെ കണ്ടപ്പോൾ തന്നെ അവൻ വേഗം ഓടി വന്ന് അവൻ്റെ കാലിൽ തട്ടിയിട്ട് കേക്ക് ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ടൊന്ന് ഇതായിട്ടുണ്ട്, സ്ക്രാച്ച് ആയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബാക്ക് വാഷ് ആയത് കാരണം അറിയുന്നുണ്ടായിരുന്നില്ല അത്. അപ്പോൾ അവന് സ്പൈഡർമാൻ്റെ തീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം സ്പൈഡർമാൻ്റെ ആ ഒരു ഇതിലാണ് ചെയ്തത്. അപ്പോൾ കേക്കും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചെറിയപ്പള്ളിയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ അടുത്താണ് കേക്ക് നമുക്ക് ഓർഡർ കൊടുത്തത്.
അപ്പോൾ നമ്മളിതേ അതൊക്കെ തുറന്ന് ഓപ്പണിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഫൈനലി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ വേറെ ആരെയും വിളിച്ചില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛന് വരാൻ പറ്റില്ല, അച്ഛന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അമ്മയും അനിയനും പിന്നെ അമ്മൂമ്മയാണ് വന്നിരുന്നത്. പിന്നെ നമ്മുടെ ഈ തൊട്ടടുത്ത അയൽവക്കും ഒരാളുടെ നല്ലൊരു കുറവുണ്ട് കേട്ടോ. നമ്മുടെ റിയോന് വരാൻ പറ്റിയില്ല. റിയോന് വോമിറ്റിംഗ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല കേട്ടോ ഇത്തവണ. അപ്പോൾ അങ്ങനെ നമ്മളിത് കേക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് അടുത്തത് ഇനി കേക്ക് കട്ടിങ്ങിലേക്ക് പോകണുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത്രയും പേരേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഹാപ്പി ബർത്ത്ഡേയുടെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അവരതൊക്കെ സെപ്പറേറ്റ് ആക്കിയാണ് തന്നിരുന്നത് നമ്മുടെ ഇഷ്ടത്തിന് വെക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ എല്ലാം ഫൈനലൈസ് ചെയ്ത് നമ്മൾ മിഠായിയും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ആളെ മാത്രം നമുക്ക് കൊണ്ടുവന്നാൽ മതി. ഇങ്ങോട്ട് അപ്പോൾ അവൻ്റെ സ്പൈഡർമാൻ കേക്ക് ഇതാണ് കേട്ടോ. അവന് സ്പൈഡർമാനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നീലെന്ന് പറഞ്ഞ പേര് ആ ചേച്ചി താഴെയായിരുന്നു കൊടുത്തിരുന്നത്. നമ്മളപ്പോൾ അതെടുത്ത് പൊക്കത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ തന്നെ. അപ്പോൾ എല്ലാവരും ഉണ്ട്, സൈഡിൽ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ സ്പേസ് ഇല്ല, ഞാൻ എല്ലാവരും സൈഡിലായിരുന്നു. അപ്പോൾ നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ പോകാൻ കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday to you, Nikki baby. Happy birthday to you. Gift ചടങ്ങ് ഞാൻ പഠിക്കാം. ചെല്ലടി തിരിച്ചു ചെല്ലി കൈയോട്ട് അഞ്ചു പോയി കൊടുക്ക കേക്ക് മേടിക്കട്ടെ മാമന് കൊടുക്ക്. അതല്ല ഇരിക്കില്ല. ഇനി ചെല്ല്, എനിക്ക് പാച്ചു ഒന്ന് ചെല്ല്. ഞാൻ കയ്യും പിടിച്ചിരിക്കാണ്. ശിവ ചെല്ല് പിന്നാലെ. കിട്ടണം, എനിക്കറിയാൻ പാടാട്ടോ. കിട്ടണണ്ടാ ഞാൻ പിടിച്ചോണ്ടിരിക്കണേണ്. എത്തണം. താങ്ക് യു പറയാനേക്ക്. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡിങ്ങിൻ്റെ പരിപാടിയിലേക്ക് പോയിട്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ ഞാൻ എടുത്തില്ല. എല്ലാവരും ചായ കുടിച്ച കാരണം പിന്നെ അതിൻ്റെ എടുക്കേണ്ടി വന്നില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. ബിരിയാണിയും എല്ലാം ചെമ്പൊക്കെ തുറന്ന് നല്ല സൂപ്പറായിട്ട് ഇരിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിനി ഫുഡിങ്ങിൻ്റെ പരിപാടിയിലേക്ക് പോകട്ടെ ഗൈസ്. എന്ത് മിക്സ് ചെയ്യാനാണോ? അങ്ങനെയൊക്കെ ചെയ്യണോ? അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞൊരു ചെറിയ തോതിലൊരു ഗാനമേളയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിക്കിവിടെ ഫ്രണ്ട്സാണ് ഇതൊക്കെ. നിക്കിവിടെ നെയ്ബർഹുഡ് ഫ്രണ്ട്സാണ് കൂടുതലൂടെ ഉള്ളതൊക്കെ. എല്ലാം നമ്മൾ ഈ നെയ്ബേഴ്സിനെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അവരുടെ ഡാൻസൊക്കെയാണ് ഇവിടെ നടക്കണത് കേട്ടോ.
ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്താ പറയാ, എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് നമ്മുടെ നിക്കിബിയുടെ ബർത്ത്ഡേ നല്ല കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ എല്ലാവരും തിരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൺക്ലൂഷൻ എടുക്കണത് ഗൈസ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടതിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടുത്ത വീഡിയോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരും വരെ ലവ് യു ആൻഡ് ബൈ.